KSRTC ബസ്സുകളിലെ ഡോറുകളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരിടയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൽ ഓട്ടോമാറ്റിക് ഡോറാണ്. ആ ഡോറ് തുറന്നു നിൽക്കുകയും ഒരു സ്കൂൾ കുട്ടി താഴെ വീഴുകയും ഈ സ്പോട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മോട്ടോർ വാഹന അധികൃതർ ആ ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ KSRTC ബസ്സിൻ്റെ ഇത്തരത്തിലുള്ള ഡോറുകൾ, ഇപ്പം KSRTC ബസ്സുകളിൽ കയറുന്ന ആളുകൾക്കറിയാം, എനിക്കും എൻ്റെ വാഹനത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഡോറുകൾ, ഓട്ടോമാറ്റിക് ഡോറുകൾ, ഡ്രൈവർ ഓപ്പറേറ്റർ ഡോർ എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ബസ്സുകളിലും തന്നെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്രൈവർ ഓപ്പറേറ്റർ ഡോറുകളിൽ KSRTCയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുവാനുള്ളത് വൻ അപകട സാധ്യത ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ്. അതായത് ഈ ഡ്രൈവർ ഓപ്പറേറ്റർ ഡോറുകൾ തുറന്നാണോ അടഞ്ഞാണോ നിൽക്കുന്നത് എന്ന് ഡ്രൈവർക്ക് അറിയുവാൻ യാതൊരു മാർഗവുമില്ലാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ കമ്പനികളിൽ നിന്ന് പണിത് വിട്ടിട്ടുള്ള, ഇപ്പോൾ കൊണ്ടോടിയിൽ നിന്നൊക്കെ പണിതിറങ്ങിയിട്ടുള്ള, അന്നത്തെ കാലഘട്ടത്തിൽ പണിതിറങ്ങിയിട്ടുള്ള ബസ്സുകൾ, KSRTCയിലെ ബസ്സുകൾ പുതിയ ബസ്സായിരുന്നപ്പോൾ ആ ബസ്സുകളിൽ ഈ പറയുന്ന ഡോറിൻ്റെ സ്വിച്ച്, ഈ ഡ്രൈവർ ഓപ്പറേറ്റർ ഡോറിൻ്റെ സ്വിച്ചിനോട് ചേർന്ന് തന്നെ ഇത് തെളിഞ്ഞാണോ, ഓണാണോ, ഡോർ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നറിയാൻ ഒരു ലൈറ്റ് പിടിപ്പിച്ചിരുന്നു. അത് ഡോർ ഓപ്പൺ ആണെങ്കിൽ റെഡും, ഡോർ ക്ലോസ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റും ആയത് LED ലൈറ്റുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബസ്സുകളിൽ ഈ സ്വിച്ചേ ഇല്ല. പകരം ഇപ്പോൾ അവിടെ നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചുകളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബെൽ സ്വിച്ചാണ് പലയിടത്തും പിടിപ്പിച്ചിരിക്കുന്നത്. അത് രണ്ട് ഡോറിനും വ്യത്യസ്തമായിട്ടാണ്. ഒന്ന് അടയാനൊരു സ്വിച്ച് കേൾക്കണം, ഇപ്പുറത്ത് തുറക്കാനൊരു സ്വിച്ച്, ബാക്ക് ഡോറ്, ഫ്രണ്ട് ഡോറ്, ഇങ്ങനെ 4 സ്വിച്ചുകൾ വെച്ചിരിക്കുകയാണ്. അത് പല സ്ഥലത്തും പിടിപ്പിച്ചിരിക്കുന്നത് ഡ്രൈവർമാർക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ലാത്ത രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഒരു പ്രശ്നം, ഇപ്പം ചില സ്റ്റോപ്പുകളിൽ നിർത്തുമ്പോൾ നമ്മൾ ഈ അതായത് ഈ എയർ ആണ് അതിൻ്റെ ഘടകമായിട്ട് വരുന്നത്. ഈ എയറിൻ്റെ ലീക്കൊക്കെ വരുമ്പോൾ, ഇല്ലെങ്കിൽ ഈ ഡോറിൻ്റെ സ്വിച്ച്, ഈ ബെൽ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് കുറേ പ്രാവശ്യം, ഒരു ദിവസം 10,000 പ്രാവശ്യം ഒക്കെ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഈ സ്വിച്ചുകൾ നമ്മൾ ഞെക്കിയാലും ഈ സ്വിച്ച് പ്രവർത്തന സജ്ജമായിരിക്കില്ല. അപ്പോൾ നമ്മൾ 2 ഡോറിൻ്റെ സ്വിച്ചുകൾ ഒന്നിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡോർ അടയും, ഒരു ഡോർ അടയുകയില്ല. അപ്പോൾ ഈ ഡോർ അടയാതെ വരുമ്പോൾ ഈ വിവരം ഡ്രൈവർ അറിയുന്നില്ല. അപ്പോൾ യാത്രക്കാർ വണ്ടിയിലില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പുറകോട്ട് തിരിച്ച് നോക്കിയിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം എന്ന് വെച്ചു. പക്ഷേ യാത്രക്കാർ, സ്റ്റാൻഡിങ് യാത്രക്കാരുള്ള സമയത്ത് നമുക്കിത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോപ്പിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ തുറന്ന് കിടന്നിരുന്ന ഡോർ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്വിച്ച് വെക്കുമ്പോൾ ഇത് അടയും. യാത്രക്കാർ കയറിയിട്ട് ഇതിനകത്ത് ജാമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത് ജാമാകുന്നതുകൊണ്ട് ശാരീരികമായ പ്രശ്നം, പൊട്ടലൊക്കെ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ശക്തി ഇതിനില്ലാത്തത് കൊണ്ട് മാത്രം, ചെറിയ ഇതായതുകൊണ്ട് മാത്രം വിൽക്കുന്നതാണ്. എങ്കിലും അവിടെ നിന്ന് ഞെരുങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഈ അവസരത്തിൽ വണ്ടി മുമ്പോട്ടോ പുറകോട്ടോ എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ യാത്രക്കാരൻ്റെ ജീവൻ അപകടത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ KSRTCയിലെ ടെക്നിക്കൽ വിഭാഗം അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ വാഹനങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് ഈ ഡോറ്. ഒരു അപകടമുണ്ടായി ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. നിലവിൽ KSRTCക്ക് വേറെ കൂടുതൽ ചിലവ് വരുന്ന ഒരു കാര്യവുമില്ല. ഈ ഡോറ് സ്വിച്ചുകളുടെ അടുത്ത് അത് തെളിഞ്ഞാണോ, ഓപ്പണാണോ, ക്ലോസ് ആണോ എന്ന് അറിയാനുള്ള 100 രൂപ വിലയുള്ള 2 LED ബൾബുകൾ മേടിച്ച് വെച്ചാൽ മതി. അത് ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ, ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരപരാധിയായ ഡ്രൈവറുടെ തലയിൽ ഈ കുറ്റവും കടന്നു വരികയാണ്. ഏതായാലും അപകടങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. നിരവധിയായ സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക്, ഈ എന്നെ കാണുന്ന യാത്രക്കാരിലും എന്നെ കേൾക്കുന്ന KSRTC ഡ്രൈവർമാരിലും പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ യാത്രക്കാർ ഇതിനിടയ്ക്ക് ജാമായിട്ട് നിൽക്കുന്നതും ഡ്രൈവർ ഇത് അറിയാതിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു സംഗതിയാണ് KSRTCയിലെ ഈ ഡ്രൈവർ ഓപ്പറേറ്റർ ഡോറുകളെ സംബന്ധിച്ച്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്, ഈ സ്വകാര്യ ബസ്സുകളിലേക്ക് ഇതുണ്ടെങ്കിൽ തന്നെ അവരതിൻ്റെ സൈഡിലൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന യാത്രക്കാരനോ ഇല്ലെങ്കിൽ ഡോറ് നിൽക്കുന്ന ഡോർ ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു വിഭാഗം അവർക്കുണ്ട്. ഇതിലേക്ക് കണ്ടക്ടർ തന്നെ അവിടെ ഒരു സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഇത് ഓപ്പണായി വരുന്നു. അപ്പോൾ KSRTC ബസ്സിലേക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സംവിധാനം ഇനിയിപ്പോൾ ഇത് പിടിപ്പിക്കാൻ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്കൂൾ ബസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഡോർ ഓപ്പണാണ്, കുട്ടികൾ ഇറങ്ങാൻ പോകുന്നതാണിപ്പം ഈ ഡോറിൽ തന്നെ ഒരു ആരോ മാർക്കുള്ള ഒരു റിഫ്ലക്ടർ തകിട് വെച്ചിരിക്കും, ആ റിഫ്ലക്ടർ ഒട്ടിച്ച്. അപ്പോൾ ഈ ഡോർ ഇങ്ങനെ തുറന്ന് നിൽക്കുമ്പോൾ ഈ ആരോ മാർക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ ഡ്രൈവർക്ക് ഈ സംവിധാനം ഇല്ലെങ്കിൽ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ
ഈ ഡോറ് അടഞ്ഞാണോ തുറന്നാണോ എന്ന് ഈ ആരോ മാർക്ക് ഡ്രൈവർക്ക് മാത്രമല്ല ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ബൈക്കുകാർ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യും. ഇപ്പോൾ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ബൈക്കുകാർ പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടി അതിനെ ട്രാക്കായിട്ട് വരുന്നതുകൊണ്ട് അവരോടി വരും. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരു ആരോ മാർക്ക് സ്റ്റോപ്പ് എന്ന് എഴുതിയ ഒരു സിഗ്നൽ മാനുവലായിട്ട് ഈ ഡോർ തുറക്കുന്ന കൂടെ തന്നെ അത് വന്നോളൂ, അതിന് വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ ഈ കാര്യം വളരെ നിസ്സാര കാര്യമാണ്. ഈ മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരനാസ്ഥ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അടിയന്തരമായി KSRTCയിലെ ടെക്നിക്കൽ വിഭാഗം നമ്മൾ ഈ കാര്യത്തിൽ ഈ ഡോർ ഓപ്പൺ ആണോ അല്ലയോ എന്ന് ഡ്രൈവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി LED ലൈറ്റുകൾ പിടിപ്പിക്കുവാനും ഈ സിഗ്നൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് കാലങ്ങൾക്ക് മുമ്പ് എഴുത്തു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെൽഫെയർ അസോസിയേഷൻ നൽകുന്ന എഴുത്തുകളെ സംബന്ധിച്ച് പരിഗണന വളരെ കുറവാണ്. വെൽഫെയർ അസോസിയേഷൻ നൽകുന്ന എഴുത്തുകളെക്കുറിച്ച് പരിഗണന വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നറിയാം. ഏതായാലും പൊതുസമൂഹത്തോട് ഈ കാര്യം പറയുന്നു. KSRTCയിലെ ഡ്രൈവർ വിഭാഗം ജീവനക്കാരോടും കണ്ടക്ടർ വിഭാഗം ജീവനക്കാരും മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരും ഈ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു അപകടം സംഭവിക്കുമ്പോൾ ഈ 3 വിഭാഗങ്ങളുടെ തലയിലേക്ക് ഈ കാര്യത്തിൻ്റെ ആരോപണത്തിൻ്റെ മുൾമുന മാനേജ്മെൻറ്റ് തിരിച്ചുവിടും, മാനേജ്മെൻറ്റിനകത്ത് കൈയൊഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. നന്ദി. Thank you.